വെൽക്കം ടു സ്റ്റഡി വെൽ വിത്ത് മീ. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അണ്ടർസ്റ്റാൻഡിങ് പ്രോസ് എന്ന പേപ്പറിലെ പാസേജ് ഫ്രം ഇസക് ദിനേഷ്യൻസ് ഔട്ട് ഓഫ് ആഫ്രിക്കയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടി ഷെയർ ചെയ്തെടുക്കുക. ഔട്ട് ഓഫ് ആഫ്രിക്ക എന്ന പുസ്തകം ഡാനിഷ് എഴുത്തുകാരിയായ ഇസാക് ദിനേഷ്യനാണ് എഴുതിയത്. ഇതൊരു ഓർമ്മ കഥയാണ്. അവരുടെ ആഫ്രിക്കയിലെ ജീവിതത്തെക്കുറിച്ചാണ് പുസ്തകത്തിൽ പറയുന്നത്. അതായത് അവർ ആഫ്രിക്കയിൽ വളരെ കാലമായിട്ട് താമസിച്ചിരുന്ന ആളാണ്. ആഫ്രിക്കൻ പക്ഷികളെക്കുറിച്ചുള്ള വിവരണം ഉൾപ്പെടുത്തുന്ന ഭാഗമാണ് നമുക്കിപ്പോൾ പഠിക്കാനുള്ളത്. ഇവരുടെ ഔട്ട് ഓഫ് ആഫ്രിക്ക എന്ന പുസ്തകം സിനിമയാക്കിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ അവർ ആഫ്രിക്കയുടെ പ്രകൃതി, പക്ഷികൾ, മനുഷ്യന്മാർ, പിന്നെ അവിടുത്തെ അനുഭവങ്ങളൊക്കെ സുന്ദരമായിട്ട് വിവരിക്കുന്നുണ്ട്. ഫസ്റ്റ് പാരഗ്രാഫിൽ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത് നോക്കാം. മഴക്കാലം വരുമ്പോൾ ആഫ്രിക്കയിലെ കാടുകളിൽ കേട്ട പക്ഷിയുടെ ശബ്ദങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മാർച്ച് മാസത്തിലെ അവസാനത്തെ ആഴ്ചയിലോ ഏപ്രിൽ മാസത്തിൻ്റെ ആദ്യ ആഴ്ചയിലോ മഴ തുടങ്ങുമ്പോൾ എഴുത്തുകാരി നൈറ്റിംഗേൽ എന്ന പക്ഷിയുടെ പാട്ട് കേട്ടിരുന്നു. അപ്പോൾ നൈറ്റിംഗേൽ എന്ന പക്ഷിയുടെ പാട്ട് കേട്ടതിനെ പറ്റിയിട്ടാണ് ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ടായിരുന്നില്ല ആ പക്ഷിയുടെ പാട്ട് കേട്ടിരുന്നത്. കുറച്ച് ശബ്ദങ്ങൾ മാത്രമാണ് കേട്ടിരുന്നത്. എഴുത്തുകാരിക്ക് അത് ഒരു സോങ്ങിന് റിഹേഴ്സൽ ചെയ്യില്ലേ അതുപോലെയാണ് തോന്നിയത്. അതായത് കുറച്ച് പാട്ട് കേൾക്കും, അത് നിൽക്കും. അതുകൊണ്ടാണ് സോങ് റിഹേഴ്സലായിട്ട് തോന്നിയത്. കൂടാതെ കാട് ശാന്തതയിലായിരിക്കുമ്പോൾ, ഫുള്ള് സൈലൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരാൾ സെലോ ഇൻസ്ട്രുമെൻ്റ് ട്യൂൺ ചെയ്യുന്നത് പോലെയും തോന്നിയെന്ന് റൈറ്റർ ഇവിടെ പറയുന്നുണ്ട്. സെലോ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ വയലിൻ ഫാമിലിയിൽപ്പെട്ട ഒരു വാദ്യോപകരണമാണ്, ഒരു ഇൻസ്ട്രുമെൻ്റാണ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ്. ആ ശബ്ദത്തിന് അവൾക്കൊരു അർത്ഥവും മധുരവും തോന്നിയെന്ന് റൈറ്റർ പറയുന്നുണ്ട്. രണ്ടാമത്തെ ബേർഡ് സ്റ്റോർക്ക് ബേർഡാണ്. അപ്പോൾ രണ്ടാമത്തേൽ സ്റ്റോർക്ക് ബേർഡിനെ പറ്റിയാണ് പറയുന്നത്. ആദ്യം പറഞ്ഞത് നൈറ്റിംഗേൽ, രണ്ടാമത് പറയുന്നത് സ്റ്റോർക്ക് ബേർഡ്. ഇപ്പോൾ സ്റ്റോർക്ക് ബേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീണ്ട കാലും കഴുത്തും തടിച്ച് നീണ്ട കൊക്കുകളുള്ള വലിയ പക്ഷികളാണ് സ്റ്റോർക്ക് ബേർഡ്സ്. കറുപ്പും വെളുപ്പും നിറമാണ് ഇവയ്ക്കുള്ളത്. യൂറോപ്പിലെ ഈ പക്ഷികൾ ദമ്പതികളെ പോലെയാണ് ജീവിച്ചിരുന്നത്. അതായത് പെയറായിട്ട്, അല്ലേ, കപ്പിളായിട്ടാണ് ജീവിച്ചിരുന്നത്. അവിടെ ഈ പക്ഷികൾ മാരേജിൻ്റെ ഹാപ്പിനെസ്സിനെയാണ് സിമ്പിൾ ചെയ്യുന്നത്. അതായത് ഡൊമസ്റ്റിക് ഹാപ്പിനെസ്സിൻ്റെ സിമ്പിൾസാണ് എന്നാണ് പറയുന്നത്. ആഫ്രിക്കയിൽ ഈ പക്ഷികൾ ദമ്പതികളെ പോലെയല്ല ജീവിക്കുന്നത്. വലിയ കൂട്ടങ്ങളായിട്ട്, അതായത് ഗ്രൂപ്പായിട്ടാണ് ജീവിക്കുന്നത്. ആഫ്രിക്കയിൽ ഈ പക്ഷികളെ വിളിക്കുന്ന പേര് ലോക്കസ്റ്റ് ബേർഡ് എന്നാണ്. സ്റ്റോർക്കുകൾ ആഫ്രിക്കയിൽ സന്തോഷത്തോടെ അവരുടെ സമയം ചിലവഴിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ യഥാർത്ഥ സ്ഥലം ഇവിടെയല്ല, അല്ലെ, ആഫ്രിക്കയിലല്ല. അതുകൊണ്ട് വസന്തകാലം വരുമ്പോൾ അവർക്ക് കൂടുകൾ നിർമ്മിക്കാനും ഇണകൾ ചേരാനും വേണ്ടിയിട്ട് ഉള്ള ചിന്ത വരും. അപ്പോഴവരെന്തു ചെയ്യും? അവർ തിരിച്ച് അവരുടെ ജന്മസ്ഥലങ്ങളിലേക്ക് പോകും. അടുത്തതായിട്ട് പറയുന്നത് ക്രസ്റ്റഡ് ക്രെയിൻസിനെ പറ്റിയിട്ടാണ്. അവരെങ്ങോട്ടാണ് വരുന്നത്? മെയ്സ് ലാൻഡിലേക്കാണ് വരുന്നത്, അല്ലേ. മെയ്സ് ലാൻഡ് എന്ന് പറഞ്ഞാൽ മെയ്സ് ഈസ് അനദർ വേർഡ് ഫോർ കോൺ, അതായത് ചോളമില്ലേ, അതാണ്. അവിടേക്കാണ് ആര് വരുന്നത്? ക്രസ്റ്റഡ് ക്രെയിൻസ് വരുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്യും? മെയ്സ് അഥവാ കോൺസൊക്കെ പൊട്ടിച്ച് കഴിക്കും. ഈ പക്ഷികൾ മഴ വരുന്നതിൻ്റെ നല്ലൊരു സിമ്പലാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മഴ വരുന്നത് അവരെന്ത് ചെയ്യുന്നു? എല്ലാവരെയും അറിയിക്കുന്നു. അപ്പോൾ ഈ കിളികൾ വരുമ്പോൾ തന്നെ ആളുകൾക്കെല്ലാം മനസ്സിലാവും എന്താണ് മഴ വരുന്നുണ്ടെന്ന് മനസ്സിലാവും. കൂടാതെ അവ നന്നായിട്ട് നൃത്തം ചെയ്യും. അവരുടെ നൃത്തം എന്താണ്? അതിമനോഹരമാണെന്നാണ് റൈറ്റർ പറയുന്നത്. അതൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അതുപോലെ തന്നെ നമ്മൾ ഭയങ്കരമായിട്ടും അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അവ നൃത്തം ചെയ്യുന്നത്. അവരുടെ നൃത്തം എങ്ങനെയുള്ളതാണ്? ആകാശത്തെയും ഭൂമിയെയും തമ്മിലുള്ള ബന്ധത്തിലേക്ക് ചേരാൻ ശ്രമിക്കുന്നത് പോലെയാണ്. അടുത്തത് ജേക്കബ്സ് ലാഡർ, അതായത് യാക്കോബിൻ്റെ പടിവാതിൽ.
പക്ഷികളുടെ നൃത്തം സ്വർഗവും ഭൂമിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പടിവാതിലായിട്ടാണ് ആർക്ക് തോന്നുന്നത്? നമ്മുടെ റൈറ്ററിന് തോന്നുന്നത്. പിന്നെ പറഞ്ഞത് ഈ പക്ഷിയുടെ എപ്പിയറൻസ് ആണ്. അതിൻ്റെ ശരീരത്തിന് എന്ത് നിറമാണ്? ഗ്രേ നിറമാണ് ശരീരത്തിനുള്ളത്. തലഭാഗം എങ്ങനെയുള്ളതാ? ചെറിയ കറുത്ത തൊപ്പി പോലെ. കൂടാതെ തലയിലൊരു കിരീടവുമുണ്ട്. പക്ഷികൾ അവരുടെ നൃത്തം മതിയാക്കിയിട്ട് പറക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ ചിറകിൽ നിന്നോ വായിൽ നിന്നോ ഒരു ശബ്ദം കേൾക്കാമായിരുന്നു എന്ന് റൈറ്റർ പറയുന്നു. അടുത്ത ബേർഡ് ഗ്രേറ്റർ ഹോൺബില്ലാണ്. മലമുഴക്കി വേഴാമ്പൽ. അടുത്തത് പറയുന്നത് ഗ്രേറ്റർ ഹോൺബില്ലിനെ പറ്റിയിട്ടാണ്. അത് അവിടുത്തെ ഫാമിലെ മറ്റൊരു വിസിറ്ററാണ്. അവിടെ അവർ വന്നിരിക്കുന്നത് കേപ്പ് ചെസ്റ്റ്നട്ട് മരത്തിലെ പഴങ്ങൾ തിന്നാൻ വേണ്ടിയാണ്. ഈ പക്ഷികളെ കാണുന്നത് നല്ല രസകരമായിട്ടുള്ള കാഴ്ചയാണെങ്കിലും അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിൽ ഒരു പേടിയും തോന്നും. റൈറ്റർ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വീടിന് പുറത്ത് വലിയൊരു ശബ്ദം കേട്ടു. റൈറ്റർ വീടിൻ്റെ ടെറസിന് മുകളിലേക്ക് പോയപ്പോൾ മരത്തിൽ 41 ഹോൺബിൽസ് ബേർഡ്സിനെ കണ്ടു. ആ മരത്തിൽ നോക്കിയപ്പോൾ അവയെ പക്ഷികളെ പോലെയല്ല നമ്മുടെ റൈറ്ററിന് തോന്നിയത്. മറിച്ച് എന്താ തോന്നിയത്? ഒരു കുട്ടി ആ മരത്തിൽ അലങ്കരിച്ച് വെച്ച വസ്തുക്കളെ പോലെയായിരുന്നു തോന്നിയത്. അവയുടെ നിറം എങ്ങനെയുള്ളതാ? ബ്ലാക്ക് ആയിരുന്നു. ആഫ്രിക്കയുടെ മധുരവും കുലീനവുമായ ബ്ലാക്ക് നിറമാണ് ആ പക്ഷികൾക്ക് ഉണ്ടായിരുന്നത്. എല്ലാ ഹോൺബിൽ പക്ഷികളും സന്തോഷത്തോടെ ഒരുമിച്ചിരിക്കുകയും എന്തൊക്കെയോ സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് പക്ഷികളെ ഭാഷകളൊന്നും അറിയില്ല അല്ലേ? അതായത് അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹോൺബിൽ ബേർഡ്സ്. ആ പക്ഷികളുടെ കൂട്ടം ശുദ്ധവും തണുത്തതുമായ വായു ആസ്വദിച്ചിരിക്കുന്നതായിട്ടാണ് റൈറ്ററിന് തോന്നിയത്. മരങ്ങളുടെയും പക്ഷികളുടെയും പുറകിലായിട്ട് സൂര്യനുണ്ട്. ആ സൂര്യൻ ഒരു മങ്ങിയ ചുവന്ന പന്ത് പോലെ ഉദിച്ചു വരുന്നുണ്ട്. അടുത്ത പാരാഗ്രാഫിൽ പറയുന്നത് ഫ്ലെമിംഗോസ് ബേർഡ്സിനെ പറ്റിയിട്ടാണ്. ഇനി അവയുടെ അപ്പിയറൻസ് പറയുന്നുണ്ട്. എന്താണ് അപ്പിയറൻസ്? ഒലിയാണ്ടർ ചെടിയുടെ കൊമ്പ് പോലെ പിങ്കും ചുവപ്പും നിറമാണ് ഈ പക്ഷികൾക്കുള്ളത്. ഇവയ്ക്ക് നല്ല നീളമുള്ള കഴുത്തും കാലുമുണ്ട്. ഇവയുടെ രൂപവും സഞ്ചരിക്കുന്ന രീതിയും കാണാൻ വിചിത്രവും അത്ഭുതകരവുമായിട്ട് തോന്നും. ഒരിക്കൽ റൈറ്റർ മാർസെയിൽസിലേക്ക് പോവുകയായിരുന്നു. ആ കപ്പലിൽ 150 ഫ്ലെമിംഗോസിനെ കൂട്ടിലാക്കിയിട്ട് വച്ചിരിക്കുന്നുണ്ടായിരുന്നു. അത് പാർക്കിലേക്ക് കൊണ്ടുപോകുന്നതിനായിരുന്നു. അവയെ ബോക്സുകളിലാക്കിയിട്ടാണ് വച്ചിരിക്കുന്നത്. ആ ബോക്സ് എന്താണ്? വളരെ ഡേർട്ടിയാണ് അല്ലേ? മലിനമായിട്ടുള്ള ബോക്സുകളിലായിരുന്നു ഫ്ലെമിംഗോസിനെ വെച്ചിരിക്കുന്നത്. അവരെ കൊണ്ടുപോകുന്നത് ജാർഡിൻ എക്ലിമേഷനിലേക്കാണ്. അതൊരു പാർക്കാണ്. പക്ഷികളെ വലുതും ചെറുതുമായ മലിനപ്പെട്ട ഡേർട്ടി ആയിട്ടുള്ള പെട്ടികളിലാണ് വച്ചിരിക്കുന്നത്. ഓരോ പെട്ടികളിലും 10 പക്ഷികളെ വീതമാണ് വച്ചിരിക്കുന്നത്. അത് അടുത്തടുത്ത് തിങ്ങി ഞെരുങ്ങിയായിരുന്നു നിന്നത്. പക്ഷികളെ കൊണ്ടുപോകുന്ന കൂട്ടത്തിലുള്ള ഒരാൾ റൈറ്ററിനോട് പറഞ്ഞു, അതായത് പക്ഷികളെയൊക്കെ നോക്കുന്ന ആൾ നമ്മൾ റൈറ്ററിനോട് പറഞ്ഞു, യാത്രയിൽ ഏകദേശം 20% പക്ഷികൾ എന്താവും? മരിച്ചു പോകും. കാരണം എന്താ? കാലാവസ്ഥ അല്ലേ? അവിടുത്തെ കാലാവസ്ഥ അവർക്ക് യോജിച്ചതാവില്ല. റഫായിട്ടുള്ള കാലാവസ്ഥയിൽ അവർക്ക് അവരുടെ ബാലൻസ് നഷ്ടപ്പെടും. അവരുടെ കാലുകൾ ഒടിയും. കൂടാതെ കൂട്ടത്തിലുള്ള മറ്റു പക്ഷികൾ കാലൊടിഞ്ഞ് വീണ പക്ഷികളെ എന്ത് ചെയ്യും? ചവിട്ടും. അപ്പോഴെന്ത് ചെയ്യും? അത് മരിച്ചു പോകും. അവർ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ രാത്രി ആയിരിക്കുകയാണ്. ആ രാത്രിയിൽ എന്താണ്? കടലിൽ നല്ല കാറ്റുണ്ട്. കടലിലെ കാറ്റിൻ്റെ വേഗതയൊക്കെ കൂടിയിട്ടുണ്ട്. നല്ല തിരമാലയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കപ്പൽ എന്ത് ചെയ്യുന്നുണ്ട്? ആടി ഉലയുന്നുണ്ട്. ആ സമയത്ത് ഫ്ലെമിംഗോസിൻ്റെ കരച്ചിൽ റൈറ്റർ കേൾക്കുന്നുണ്ട്. നല്ലോണം കരയാണല്ലേ? നമ്മൾ ബേർഡ്സ് നല്ലോണം പേടിച്ച് കരയാണ്. ഇങ്ങനെ കാറ്റത്തും തിര വരുമ്പോഴുണ്ടാവുന്ന ആ ഒരു മൂമെൻറ്റിലൊക്കെ അവർ പേടിച്ചിട്ട് കരയാണ്. അപ്പോൾ ആ ശബ്ദം നമ്മുടെ റൈറ്റർ കേട്ടു. എല്ലാ ദിവസവും രാവിലെ റൈറ്റർ കണ്ടത് എന്താണ്? പക്ഷികളെ പരിപാലിക്കുന്ന അയാൾ 1-2 പക്ഷികളെ വീതം, അതായത് മരിച്ചു ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു 20% പക്ഷികൾ നമ്മൾ
എത്തേണ്ട സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും മരിച്ചു പോകുന്നു. അപ്പോൾ എല്ലാ ദിവസവും 1-2 പക്ഷികൾ വീതം മരിക്കുന്നുണ്ട്. അപ്പോഴേ എല്ലാ ദിവസവും രാവിലെ ഈ പക്ഷികളെയൊക്കെ അയാൾ എന്ത് ചെയ്യും? കടലിലേക്ക് വലിച്ചെറിയും. നൈൽ നദിയുടെ നീന്തൽ പക്ഷി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഈ ഫ്ലെമിംഗ് ബേർഡ്സ്. കൂടാതെ താമരയുടെ സഹോദരി എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ സന്ധ്യാനേരത്തുള്ള സൂര്യൻ്റെ മേഘം പോലെ ഭൂമിയുടെ മുകളിൽ ഇയാൾ ഈ വലിച്ചെറിഞ്ഞ ഈ മരിച്ച പക്ഷികൾ എന്ത് ചെയ്യും? പൊങ്ങിക്കിടക്കും. അവ വെളുപ്പും ചുവപ്പും നിറമുള്ള ചിറകുകളുടെ കൂട്ടങ്ങളായി മാറി. അവ കുറച്ച് നേരം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. പിന്നെ പതിയെ എന്ത് ചെയ്യുന്നു? വെള്ളത്തിൻ്റെ അടിയിലേക്ക് മുങ്ങിപ്പോകുന്നു.